2026 അന്തർദേശീയ സഹകരണ ദിനാഘോഷം സഹകരണ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ ജൂലൈ 4-ാം തീയതി നടത്തുകയാണ്. എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യ ശനിയാഴ്ചയാണ് അന്തർദേശീയ സഹകരണ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത്തവണ അത് ജൂലൈ മാസം 4-ാം തീയതിയാണ്. കോപ്പറേറ്റീവ്സ് ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്നാണ് ഇത്തവണത്തെ അന്തർദേശീയ സഹകരണ ദിനാഘോഷത്തിൻ്റെ തീം. തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലുള്ള ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ വെച്ചാണ് സഹകരണ ദിനാഘോഷ പരിപാടികൾ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ വെച്ച് 2025 വർഷത്തെ വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെട്ട മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡ് ദാനം നിർവഹിക്കുകയാണ്. ഇത്തവണ 2025 മികച്ച സഹകരണ സംഘങ്ങൾ 10 വിഭാഗത്തിൽപ്പെട്ട സംഘങ്ങൾക്കാണ് അവാർഡ് നൽകുന്നത്. ഈ സഹകരണ സ്ഥാപനങ്ങളിൽ അവാർഡിന് ക്ഷണിച്ചുകൊണ്ട് സഹകരണ വകുപ്പ് സഹകരണ സംഘം രജിസ്ട്രാർ അറിയിപ്പ് നൽകുകയും ഇതിനായിട്ടൊരു അവാർഡ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ 7 അംഗങ്ങളാണ് സഹകരണ അവാർഡിനുള്ള അവാർഡ് നിർണയ കമ്മിറ്റിയിലുള്ളത്. കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ ചെയർമാൻ ശ്രീ കോലിക്കോട് കൃഷ്ണൻ നായർ, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ പി മോഹനൻ മാസ്റ്റർ, മാർക്കറ്റ് ഫെഡ് ചെയർമാൻ ശ്രീ സോണി സെബാസ്റ്റ്യൻ, കേരള സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ കൺവീനർ സി കെ ഷാജി മോഹൻ, സഹകരണ സംഘം രജിസ്ട്രാർ ശ്രീ പ്രേംകൃഷ്ണൻ IAS, സഹകരണ ഓഡിറ്റ് ഡയറക്ടർ ശ്രീ റെജിൽ, ശ്രീ സി അബ്ദുൽ ഗഫൂർ എന്നിവരടങ്ങുന്ന അവാർഡ് കമ്മിറ്റി വിവിധ തവണ യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ പരിഗണിച്ച് വളരെ സുതാര്യമായ രീതിയിൽ ഒരു അവാർഡാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ അവാർഡുകൾ ഇങ്ങനെയാണ്. ഏറ്റവും മികച്ച അർബൻ സഹകരണ ബാങ്കിനുള്ള അവാർഡ്, ആകെ ലഭിച്ച അപേക്ഷകൾ 8 എണ്ണമാണ്. 8 അപേക്ഷകൾ ലഭിച്ചു. അതിൽ ഏറ്റവും മികച്ച അർബൻ കോപ്പറേറ്റീവ് ബാങ്കായി പെരിന്തൽമണ്ണ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് മലപ്പുറത്തെ ക്ലിപ്തം നമ്പർ 1758 മലപ്പുറം. രണ്ടാമത്തെ ഏറ്റവും മികച്ച സഹകരണ ബാങ്കായി കൊല്ലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ക്ലിപ്തം നമ്പർ 960. മൂന്നാമത്തെ സ്ഥാനം പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എറണാകുളം. മികച്ച പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കുകളിൽ ആകെ 10 അപേക്ഷയാണ് ലഭിച്ചത്. ഈ 10 അപേക്ഷയിൽ നിന്നും കാസർഗോഡ് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിനാണ് 113 FF 113 ഒന്നാം സ്ഥാനം ലഭിച്ചത്. രണ്ടാം സ്ഥാനം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കാണ്. മൂന്നാം സ്ഥാനത്ത് ചങ്ങനാശ്ശേരി താലൂക്ക് കാഡ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ 1119 കോട്ടയം ജില്ലയിലെ. അടുത്തത് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളാണ്. ആകെ ലഭിച്ച അപേക്ഷകൾ 62. അതിൽ ഏറ്റവും മികച്ച ബാങ്കായി കോഴിക്കോട് ജില്ലയിലെ നന്മണ്ട കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ക്ലിപ്തം നമ്പർ 1238. രണ്ടാം സ്ഥാനം ഏറാമല SCB ക്ലിപ്തം നമ്പർ F1044. മൂന്നാം സ്ഥാനം മലപ്പുറത്തെ മാറാഞ്ചേരി SCB ക്ലിപ്തം നമ്പർ M28. നാലാമത് എംപ്ലോയീസ് സഹകരണ സംഘങ്ങളാണ്. ആകെ ലഭിച്ച അപേക്ഷകൾ 21. അതിലെ ഏറ്റവും മികച്ച സംഘം തൃശൂർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 325. രണ്ടാം സ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 35. മൂന്നാം സ്ഥാനം കോട്ടയത്തെ എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 334. വനിതാ സഹകരണ സംഘങ്ങളിൽ ആകെ ലഭിച്ച അപേക്ഷകൾ 17. ഒന്നാം സ്ഥാനം കണ്ണൂരിലെ ചെണ്ടയാട് വനിതാ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1378.
രണ്ടാം സ്ഥാനം മലപ്പുറത്തെ പോരൂർ വനിതാ ക്രെഡിറ്റ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി M512. മൂന്നാം സ്ഥാനം കാസർകോട്ടെ വെസ്റ്റ് എളേരി വനിതാ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ S292. പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങളിൽ ആകെ ലഭിച്ച അപേക്ഷകൾ 4 ഒന്നാം സ്ഥാനം എറണാകുളം ജില്ലയിലെ ഇളങ്കുന്നുപ്പുഴ പട്ടികജാതി പട്ടികവർഗ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 295. തിരുവനന്തപുരത്തെ രണ്ടാം സ്ഥാനം വള്ളിച്ചിറ പട്ടികജാതി SC സൊസൈറ്റി ക്ലിപ്തൻ നമ്പർ 1071. മൂന്നാം സ്ഥാനം വയനാട്ടിലെ തിരുനെല്ലി ഗിരിജൻ പട്ടികവർഗ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ C477. ആശുപത്രി സഹകരണ സംഘങ്ങളിൽ ആകെ ലഭിച്ച അപേക്ഷകൾ 6 ഇതിൽ ഒന്നാം സ്ഥാനം PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി ലിമിറ്റഡ് നമ്പർ M352. രണ്ടാം സ്ഥാനം എറണാകുളം ജില്ലയിലെ കൊച്ചിൻ സഹകരണ ആശുപത്രി സംഘം ലിമിറ്റഡ് നമ്പർ 288. മൂന്നാം സ്ഥാനം കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലാ സഹകരണ ആശുപത്രി ലിമിറ്റഡ് നമ്പർ Q952. പലവക സഹകരണ സംഘങ്ങൾ മിസലേനിയസ് സംഘങ്ങളിൽ ആകെ ലഭിച്ച അപേക്ഷകൾ 30. അതിൽ ഒന്നാം സ്ഥാനം മൂളിയാർ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘം ക്ലിപ്തൻ നമ്പർ S374, അത് കാസർഗോഡ് ജില്ലയാണ്. രണ്ടാം സ്ഥാനം വയനാട്ടിലെ മാനന്തവാടി സഹകരണ അർബൻ സംഘം ക്ലിപ്തൻ നമ്പർ W221. മൂന്നാം സ്ഥാനത്ത് മലപ്പുറത്തെ പെരിന്തൽമണ്ണ താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘം ക്ലിപ്തൻ നമ്പർ M922. വിദ്യാഭ്യാസ സഹകരണ സംഘങ്ങളിൽ അപേക്ഷ ലഭിച്ചത് 3 ഒന്നാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ C855. രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലെ തന്നെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പാരാമെഡിക്കൽ ആൻഡ് ടെക്നോളജി ലിമിറ്റഡ് നമ്പർ C1740. മൂന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്ക് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ M315. മാർക്കറ്റിംഗ് സഹകരണ സംഘങ്ങളിൽ ആകെ ലഭിച്ച അപേക്ഷകൾ 3 ഒന്നാം സ്ഥാനത്ത് കൊല്ലം ജില്ലയിലെ Q1170 കൊട്ടാരക്കര താലൂക്ക് കാഷ്യൂ ഗ്രോവേഴ്സ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സഹകരണ സംഘം. രണ്ടാം സ്ഥാനം കോഴിക്കോട് ജില്ലയിലെ ദി നോർത്ത് മലബാർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ F1003. മൂന്നാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലെ റീജിയണൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രൊഡ്യൂസേഴ്സ് സഹകരണ മാർക്കറ്റിംഗ് സംഘം ക്ലിപ്തൻ നമ്പർ C816. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം പെരുമ്പ SCB പാലക്കാട് നിന്നുള്ള ശ്രീ KA ചന്ദ്രൻ, MLA കൂടിയായ ശ്രീ KA ചന്ദ്രനാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സഹകാരിക്കുള്ള പെരുവമ്പ് SCB പാലക്കാട് പെരുവമ്പ ശ്രീ KA ചന്ദ്രൻ. പ്രത്യേക പുരസ്കാരം സ്പെഷ്യൽ ജൂറി അവാർഡ് കൊടുത്തിരിക്കുന്നത് ശ്രീ KV നാരായണനാണ്. ഹോസ്ദുർഗ് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് 1974. കോ ഓപ്പ് ഡേ പുരസ്കാരം 2026. സംഘത്തിൻ്റെ പേര് ഒറ്റൂർ SCB ക്ലിപ്തൻ നമ്പർ 976 തിരുവനന്തപുരത്തിനാണ്. ഇതിൻ്റെ ഒരു പ്രോസസ്സിന് നേതൃത്വം കൊടുത്തത് സഹകരണ രജിസ്ട്രാർ ഉൾപ്പെടുന്ന 7 അംഗ സമിതിയാണ്. സംസ്ഥാനത്തെ പ്രമുഖ സഹകരണ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന സഹകാരികൾ ഉൾപ്പെടെയുള്ള ഒരു സമിതിയാണ് നേതൃത്വം കൊടുത്തത്. അതിന്റെ പ്രോസസ്സിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കും. നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നും ഈ 10 കാറ്റഗറിയിലുള്ള പെട്ട എല്ലാ സഹകാരികളിൽ നിന്നും അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിൽ നിന്നും അപ്പം നമ്മൾ എല്ലാ സഹകരണ സംഘങ്ങളിൽ നിന്നും സഹകാരികളിൽ നിന്നും ജില്ലാ തലത്തിൽ നിന്നും കിട്ടുന്നില്ല. അപ്പം എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അപേക്ഷകൾ അതായത് നമ്മുടെ ജില്ലാ തലത്തിൽ നിന്നും പരിശോധിക്കുകയും
നമ്മൾ ഇതിനുള്ള അപേക്ഷകൾ ജില്ലാതലത്തിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജില്ലാതലത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുകയും അതിനുശേഷം ജില്ലാതലത്തിൽ നിന്നുമുള്ള ഈ സഹകരണ സംഘങ്ങൾ, ഈ 10 കാറ്റഗറിയിൽപ്പെട്ട സഹകരണ സംഘങ്ങൾക്ക് നമ്മൾ അവരുടെ നിന്ന് അപേക്ഷകൾ പരിശോധിച്ച് അതിൽ നിന്നും ജോയിൻറ്റ് രജിസ്ട്രാർ അടങ്ങുന്ന ഒരു ടീം പരിശോധിച്ച ശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ ഒരു സംസ്ഥാന തലത്തിലേക്ക് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ജോയിൻറ്റ് രജിസ്ട്രാറും വളരെ വിശദമായിട്ട് അവരെന്തുകൊണ്ട് ഓരോ സംഘങ്ങളെയും പരിഗണിച്ചു എന്നുള്ളത് വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്ന ശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ ഏകദേശം മൊത്തം 165 അപേക്ഷകളാണ് മൊത്തം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ 10 കാറ്റഗറിയിലായിട്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പരിശോധിച്ച് ഓരോ ഈ അവാർഡ് കമ്മിറ്റിയുള്ള ഓരോ ആളുകൾക്കും ഈ ജോയിൻറ്റ് രജിസ്ട്രാർ തന്നിരിക്കുന്ന റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് കൊടുക്കുകയും ഒരു മീറ്റിംഗ് കൂടി അതിനകത്ത് ഇത്ര ആളുകളെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ജില്ലകളിൽ നിന്നും അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ടുകൾ കൊടുത്ത് കമ്മിറ്റി അംഗങ്ങൾ ഓരോന്നായിട്ട് പരിശോധിച്ച ശേഷം രണ്ടാമത് വീണ്ടും മീറ്റിംഗ് കൂടി കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാ അഭിപ്രായം എടുത്ത ശേഷമാണ് ഓരോ കാറ്റഗറിയിലുള്ള ആളുകൾക്കുള്ള അവാർഡുകൾ, ഓരോ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ രീതിയിൽ വളരെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇത്രയും ഈ ഒരു 10 കാറ്റഗറിയിലും പിന്നെ ഈ പറഞ്ഞ റോബർട്ട് ഓബൻ പ്ലസ് കോപ്പ് ഡേ പുരസ്കാരവും നമ്മൾ എത്തിച്ചേർന്നതെന്ന് പറഞ്ഞു. ഓക്കെ. സംസ്ഥാന സെക്രട്ടറി 26-ാം തീയതി മുഴുവൻ ജില്ലാ സെക്രട്ടറിമാർക്ക് ഒരു കത്തയച്ചു. ആ കത്തിൽ പറയുന്നത് സി ക്ലാസ് സഹകരണ സംഘങ്ങൾക്ക് വോട്ടിംഗ് അധികാരം കൊടുക്കാനുള്ള സ്വാഭാവികമായിട്ടും കോപ്പറേറ്റീവ് മേഖലയിൽ യുഡിഎഫിന്റെ ഒരു മേൽക്കോയ്മ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കം. 424 സി ക്ലാസ് സഹകരണ സംഘങ്ങളാണ്. അതുകൊണ്ട് അവിടെയൊക്കെ ഇടപെടണം, വോട്ട് ചേർക്കാത്തവരെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭരണം നിലനിർത്താനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അപ്പൊ സി ക്ലാസ് സഹകരണ സംഘങ്ങൾക്ക് വോട്ട് അധികാരം കൊടുക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. ഒന്ന്, അത് നയപരമായൊരു കാര്യമാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് മറുപടി പറയാൻ കഴിയുന്നതല്ല. സഹകരണ മേഖലയിൽ എടുക്കുന്ന ഓരോ തീരുമാനവും സുചിന്തിതമായിരിക്കും. കാരണം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു നയത്തെക്കുറിച്ച് എനിക്ക് മുൻകൂറായിട്ട് ഇപ്പോൾ പറയാനായിട്ട് സാധ്യമല്ല. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സഹകരണ മേഖലയിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്, കൂടുതൽ ആളുകളെ സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയും ജാഗ്രതയോടെ പെരുമാറുകയും ചെയ്യുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് സഹകരണ പ്രസ്ഥാനങ്ങൾ എന്നത് പിടിച്ചെടുക്കാനുള്ളൊരു തലത്തിലേക്കാകരുത് എന്നുള്ളതാണ് ഒരു പൊതുനയം. മുൻകാലങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തി സംഘർഷങ്ങൾ സൃഷ്ടിച്ച് സഹകരണ പ്രസ്ഥാനങ്ങൾ പിടിച്ചെടുത്തുമായി ബന്ധപ്പെട്ട പരാതികൾ നിലവിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സഹകരണ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന, ഞാൻ എന്നതിനപ്പുറത്ത് നമ്മുടെ സർക്കാർ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനും കൂടുതൽ ആളുകളെ, യുവജനങ്ങളെയും സമൂഹത്തിലെ എല്ലാ തുറയിൽപ്പെട്ട ആളുകളെ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതൊരു സഹകരണ ജനാധിപത്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണമെന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള നിലപാട്. അതിനപ്പുറത്തേക്ക് സഹകരണ ബാങ്കിന്റെ സ്ട്രക്ചർ മാറ്റാൻ പഴയതുപോലെ ആക്കാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ ഒരുപാട് ആരോപണങ്ങൾ സർക്കാർ സഹകരണ ബാങ്കുടെ കേരള ബാങ്ക് എന്ന കൺസെപ്റ്റ് മാറിയിട്ട് വീണ്ടും പഴയ തിരിച്ചു പോകാൻ അതെല്ലാം തന്നെ നയപരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ കേരള ബാങ്ക് രൂപീകരണത്തിൻ്റെ സമയത്ത് UDF ആശയപരമായൊരു എതിർപ്പ് പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ സംസ്ഥാനത്തൊരു 3 ടയർ സിസ്റ്റമാണ് ഉള്ളത്. 1629 കാർഷിക ക്രെഡിറ്റ് സംഘങ്ങൾ, പാക്സിൻ്റെ തുടങ്ങി, അതിന് മുകളിൽ ജില്ലാ സഹകരണ ബാങ്കുകളും, അതിനു മുമ്പിൽ കേരള സംസ്ഥാന കോപ്പറേറ്റീവ് ബാങ്കും ഉൾപ്പെടുന്ന സുശക്തമായ ഒരു സംവിധാനമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഓരോ ജില്ലാ ബാങ്കുകളും വളരെ RBI അംഗീകാരമുള്ള സ്വതന്ത്ര സംവിധാനങ്ങളുമായിരുന്നു. അപ്പോഴാണ് ഇതിനെ അമാൽഗമേറ്റ് ചെയ്ത് കേരള ബാങ്ക് രൂപപ്പെടുത്തിയത്. മലപ്പുറം ജില്ല മാത്രമാണ് ആ കാര്യത്തിൽ കേസുമായി മുന്നോട്ട് പോയത്. അപ്പം അന്നത് രൂപീകരിക്കാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന അഭിപ്രായം അന്ന് മുതൽ തന്നെ UDF പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം അത് താഴെയുള്ള നമ്മുടെ പ്രാഥമിക ബാങ്കുകളുടെ നിലനിൽപ്പിനെ തന്നെ, അല്ലെങ്കിൽ പ്രാഥമിക ബാങ്കുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരുന്നില്ല. കാരണം ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുത്തുകൊണ്ടിരുന്നത് ഈ ജില്ലാ ബാങ്കുകളായിരുന്നു. മാത്രമല്ല 2 ജില്ലാ ബാങ്കുകൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ലാഭത്തിലുമായിരുന്നു. അന്നങ്ങനെ ഒരു എതിർപ്പുണ്ടായെങ്കിലും കേരള ബാങ്ക് രൂപപ്പെട്ടു. കേരള ബാങ്ക് ഇപ്പോൾ നിലവിൽ ഒരു സംവിധാനമായി നിലനിൽക്കുന്നുണ്ട്. മലപ്പുറത്തെ സംബന്ധിക്കുന്ന കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എന്താണെങ്കിലും ഇപ്പോൾ നിലവിൽ നയപരമായി അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല. UDFന്റെ നയം
നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളെയും സഹകരണ മേഖലയും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്, സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ തീരുമാനങ്ങളെല്ലാം തന്നെ അതിനുകൂടി അനുസൃതമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മുൻകൂറായിട്ടൊരു അഭിപ്രായം ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നത് ഉചിതമല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും തന്നെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതൊരു നയത്തിൻ്റെ കൂടി ഭാഗമായിട്ട് എടുക്കേണ്ട തീരുമാനം. ഒരു ദിവസം കൊണ്ട്, ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ തീരുമാനം പ്രഖ്യാപിക്കുക എന്നത് ശരിയായ കാര്യമല്ല. നിലവിൽ അത്തരം ഒരു തീരുമാനവും എടുത്തിട്ടില്ല. കേരള ബാങ്കിലും നിലവിൽ പരമാവധി പ്രോത്സാഹനം കൊടുത്തുകൊണ്ടൊരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അത് സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും അനിവാര്യമാണല്ലോ. ഇപ്പോൾ 1,29,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരു വർഷം കേരള ബാങ്കിൽ മുഖാന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1,29,000 കോടി രൂപയുടെ ഒരു ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനത്തെ, പ്രത്യേകിച്ച് സർക്കാരിന് 45% ഓഹരി ഉള്ള ഒരു പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിലാകമാനം റിസർവ് ബാങ്ക് ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം, നമ്മൾ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ചുരുങ്ങിയ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ജില്ലാ സഹകരണ ബാങ്കുകളില്ലാതെ ഒരു അപ്പെക്സ് ബോഡി മാത്രമുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നത്. കേരളത്തിലാണ്, വലിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമാണ് ഇത്തരം ഒരു സിസ്റ്റം ഉള്ളത്. അപ്പോൾ വിമർശനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീണ്ടും ജില്ലാ സഹകരണ ബാങ്കുകൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നയപരമായ ഒരു തീരുമാനവും ഇതുവരെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഏത് തീരുമാനവും എടുക്കുന്നത് അവധാനതയോടെ, കൃത്യമായ പഠനത്തോടെ, അത് ഏത് തരത്തിലാണ് സഹകരണ പ്രസ്ഥാനങ്ങളെയും സമ്പദ് വ്യവസ്ഥയ്ക്കും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് പഠിച്ചുകൊണ്ട് മാത്രമേ ഏത് തീരുമാനവും സ്വീകരിക്കുകയുള്ളൂ. അല്ല, അങ്ങനെ കേരള ബാങ്ക് ഇപ്പോൾ തുടരുകയാണല്ലോ. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു പഠനത്തിലും കാര്യത്തിനും ശേഷം മാത്രമേ, അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് കേരള ബാങ്ക് നാളെ വെട്ടിമുറിക്കും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അത് പറയുന്നതും ശരിയായൊരു കാര്യമല്ല. ഏത് തീരുമാനവും അവധാനതയോടുകൂടി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന, സഹകരണ മേഖലയ്ക്ക് ഗുണകരമാകുന്ന തീരുമാനങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇതിനകത്തൊരു പ്രശ്നമാണ്, നമ്മൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതിനെതിരെ വലിയ നിലപാട്, ഉദാഹരണം പറഞ്ഞാൽ മലപ്പുറം ജില്ലാ സഹകരണമായിട്ടാണെങ്കിൽ പലതരത്തിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഭരണസമിതി പലതരത്തിലുള്ള നിയമ പോരാട്ടം നടന്നു. അതിനിടയ്ക്ക് സർക്കാർ അവിടെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിലൊക്കെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർ ഇതിനെതിരാണ്. UDF എന്ന കോൺഗ്രസും ഒക്കെ എതിരായിരുന്നു. അപ്പോഴും ഇപ്പൊ ഇതിങ്ങനെ പോവുകയാണ്. ബാക്കി നയപരമായ തീരുമാനങ്ങൾ അല്ല, എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സഹകരണ പ്രസ്ഥാനത്തെ, ഒരു ബാങ്കിനെ വിഭജിക്കുന്നത് കേക്ക് മുറിക്കുന്നതുകൊണ്ടല്ലല്ലോ. ഒരു ബർത്ത്ഡേ കേക്ക് മേടിച്ച് പെട്ടെന്നൊരു ദിവസം മുറിച്ച് മാറ്റുന്നതുകൊണ്ടാണോ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പെക്സ് ബോഡിയെ ഡിവൈഡ് ചെയ്യുക? അതിന് ഒത്തിരി നിയമപരമായ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ നയപരമായി അത് സ്വീകരിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തീരുമാനിക്കണം. ഞാൻ ആ ഒരു കാര്യം റൂൾ ഔട്ട് ചെയ്തുകൊണ്ടല്ലല്ലോ പറഞ്ഞത്. റൂൾ ഔട്ട് ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം നാളെ ചെയ്യുമെന്നല്ല. അതെല്ലാം തന്നെ ഏത് തീരുമാനത്തെക്കുറിച്ചും വളരെ അവധാനതയോടുകൂടി മാത്രമേ, കൃത്യമായി പഠിച്ചും അതുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ സ്വീകരിക്കാൻ സാധ്യമേ. നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പ് ഇപ്പോഴും ആശയപരമായി തന്നെ UDF അത് പ്രകടിപ്പിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പം തന്നെ അന്ന് പറഞ്ഞിരുന്നൊരു കാര്യം, ഏകദേശം 1,400 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു ജില്ലാ സഹകരണ ബാങ്കുകൾ എന്നുള്ളൊരു കാര്യം അന്ന് ഉന്നയിച്ചിരുന്നു. കാരണം എന്താ, നവംബറിലാണ് തീരുമാനമെടുത്തത്. ഒരു വർഷത്തിൻ്റെ നവംബർ മാസത്തിൽ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായി ജില്ലാ സഹകരണ ബാങ്കുകൾക്കൊടുപ്പ് എല്ലാ ബാങ്കുകൾക്കും കിട്ടാനുള്ള പണം തിരികെ വരുമോ? അതൊരു മാർച്ച് മാസത്തിൽ എത്തുമ്പോൾ മാത്രമല്ലേ യഥാർത്ഥത്തിൽ ഒരു സഹകരണ ബാങ്കിൻ്റെ യഥാർത്ഥ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മാർച്ച് മാസം കണക്ക് കൂടണം. അപ്പോൾ അത് 1,500 എന്നുള്ള യഥാർത്ഥത്തിൽ ഒരു വളരെയധികം ഉയർത്തി കാണിച്ചൊരു കണക്കാണ്. ഒരു 500 കോടി ഒക്കെ വന്നേക്കാം നഷ്ടം അതിൽ. പക്ഷെ അന്നത്തെ ഒരു ന്യായീകരണത്തിന് വേണ്ടി നവംബർ മാസത്തിൽ തന്നെ അമാൽഗമേഷൻ നടത്താൻ ആ മാസത്തെ കണക്കെടുക്കുമ്പോൾ വലിയ നഷ്ടമായി ഉയർത്തി കാണിക്കപ്പെട്ടു. അപ്പോൾ അത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഉള്ളൊരു പൊസിഷൻ പറഞ്ഞാൽ, നിലവിൽ കേരള ബാങ്ക് എന്നത് 1,29,000 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന കേരളത്തിൻ്റെ അപ്പെക്സ് ബോഡിയാണ്. മലപ്പുറമാണ് മാറി നിൽക്കുന്നതെന്ന് സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ നിലപാടുകൾ സർക്കാർ തീരുമാനിക്കും. ആ കേസുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണെന്നുള്ളത് സർക്കാർ കൃത്യമായി തീരുമാനിച്ച് സുപ്രീം കോടതിക്ക് മുമ്പായി അറിയിക്കും. ബാക്കിയുള്ള കാര്യത്തെ സംബന്ധിച്ച് അത്തരമൊരു നയം UDF-ന് ഉണ്ടായിരുന്നു, അത്തരം അഭിപ്രായം ഇപ്പോഴും UDF-നുണ്ട്. പക്ഷേ അത് കൃത്യമായ പഠനത്തോടുകൂടി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന സമയത്ത് എടുക്കേണ്ടതുപോലെ തീരുമാനങ്ങളുണ്ടാകും. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. തീർച്ചയായും
ബാങ്കുകളുടെ കാര്യത്തിൽ അതിന്റെ സഹകാരികളുടെ കാര്യം വലിയ ഘട്ടത്തിലാണ്. പലരും ആത്മഹത്യയിൽ ഉറച്ചുള്ളവരുണ്ട്. മക്കളുടെ പഠനം നടത്താൻ പറ്റാത്ത, വിവാഹം കഴിപ്പിച്ചേക്കാൻ പറ്റാത്ത ആ കാര്യത്തിൽ എന്തെങ്കിലും തീർച്ചയായും നമ്മൾ സഹകരണ മേഖലയിൽ ഈ സർക്കാരിൻ്റെ നയം സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുക, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിക്ഷേപകരുണ്ട്, വായ്പ എടുത്തവരുണ്ട്, സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഹകാരികളുണ്ട്. അപ്പോൾ നമ്മളത് ഗവൺമെൻറ് ആദ്യ തീരുമാനം വായ്പ എടുത്തവർക്കൊരു ആശ്വാസം പകരുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഞാൻ മന്ത്രിയായ ആദ്യ ദിവസങ്ങളിൽ ഇപ്പോഴും വരുന്നു, നൂറുകണക്കിന് ആളുകളാണ് മന്ത്രി ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ഒന്ന് കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് അതിൻ്റെ ജപ്തി, മറ്റ് സംഘടനകളിൽ നിന്ന് അതിൻ്റെ ജപ്തി നടപടികൾ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഒരു വളരെ വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം എടുത്തൊരു തീരുമാനം, ആശ്വാസ് 26 എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു. 3 മാസത്തേക്ക് ഓഗസ്റ്റ് 31 വരെ നീണ്ടു നിൽക്കുന്ന വൺ ടൈം സെറ്റിൽമെൻറ്റ്. അതിന് 2 പ്രയോജനങ്ങളുണ്ട്. ഒന്ന് എന്നത് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് അവരുടെ കുടിശ്ശികയായി കിടക്കുന്ന, കിട്ടാക്കടമായി നിൽക്കുന്നത് പിരിച്ചെടുക്കാൻ കിട്ടുന്ന ഒരു അവസരം. അതേസമയത്ത് തന്നെ ജനത്തിന് വിൽപ്പന, ലേലം ചെയ്യുന്നതും ജപ്തി ചെയ്യുന്നതൊക്കെ നിർത്തലാക്കി 3 മാസക്കാലത്തിനുള്ളിൽ അവരുടെ വായ്പ അവസാനിക്കാൻ കിട്ടുന്ന ഒരു അവസരം. ഈ 2 കാര്യങ്ങൾ അതിനകത്ത് പിന്നിലുണ്ട്. ഇത് പ്രഖ്യാപിച്ച് നടപ്പിലാക്കി. പക്ഷേ എനിക്ക് ആദ്യഘട്ടത്തിൽ ഇത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ജനത്തിനോട് വേണ്ടത്ര രീതിയിൽ പല സഹകരണ സംഘങ്ങളും അതിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല എന്ന് തുടക്കത്തിൽ എനിക്ക് ഇമ്പ്രഷൻ ഉണ്ടായി. കാരണം നമ്മളിപ്പോൾ ഒരു അപേക്ഷ, ഒരു ബാങ്കിൽ ചെന്ന് വൺ ഡേ സെറ്റിൽമെൻറ്റ് അപേക്ഷ കൊടുത്തു. എന്താ ചെയ്യേണ്ടത്? അപേക്ഷ സ്വീകരിക്കണം, അതിൻ്റെ റെസിപ്റ്റ് നൽകണം. എന്നിട്ട് പ്രാഥമികമായ ബാങ്ക് തല സമിതി കൂടി ഈ ആശ്വാസ് പദ്ധതി പ്രകാരം എത്ര രൂപ കൊടുക്കാൻ സാധിക്കുമെന്ന്, അല്ലെങ്കിൽ പിഴപ്പലിശ ഒഴിവാക്കി പലിശ എത്ര ശതമാനം കൊടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി ഒരു കൃത്യമായ ഒരു അവാർഡ് തയ്യാറാക്കി അവർക്ക് കൊടുക്കണം. എന്നിട്ട് പറയണം, ഇതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റാവുന്ന പരമാവധി കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഇതിന്മേൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉയർന്ന കമ്മിറ്റികൾ, JR-നെയും അതിന് മുകളിൽ സംസ്ഥാന സമിതിയുണ്ട്, സമീപിക്കണം. ഇതൊരു മാന്യമായ സമീപനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ജനത്തിനോട് സംസാരിക്കേണ്ടത്. പക്ഷേ പല സംഘങ്ങളും അങ്ങനെ ചെയ്യാതെ ഒരു ആളുകൾക്ക് ഒരു അപേക്ഷ അയക്കുന്ന തുണ്ട് പേപ്പറിൽ ഇത്രേ പറ്റൂ, ആ ഒരു സമീപനം വന്നു കഴിഞ്ഞപ്പോൾ നിയമസഭയിൽ ഞാൻ അതിനെതിരെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അതിനുശേഷം രജിസ്ട്രാർ തന്നെ 14 ജില്ലാ ജോയിൻറ്റ് രജിസ്ട്രാർമാരെയും ആളുകളെയും വിളിച്ചിരുത്തി നമ്മളൊരു സന്ദേശം കൊടുത്തു. ഈ 3 മാസക്കാലം ഇത് സംഘങ്ങൾക്ക് പ്രയോജനപ്രദവുമാണ്, കുടിശ്ശിക ഇല്ലാതെ വർഷങ്ങളായി കിട്ടാക്കടമായി കിടക്കുന്നത് തിരിച്ചു കിട്ടാൻ ഒരു അവസരമാണ്, ജനത്തിനും ആശ്വാസമാണ്. അത് കേരള ബാങ്കുമായി സംസാരിച്ച് കേരള ബാങ്കിൻ്റെ പ്രത്യേകമായ റെസൊല്യൂഷൻ രജിസ്ട്രാറിന് നൽകി ഓഗസ്റ്റ് 31 വരെ കേരള ബാങ്കിനും അത് ബാധകമാക്കി. കാർഷിക വികസന ബാങ്കുമായി സംസാരിച്ച് അവരുടെ റെസൊല്യൂഷൻ വാങ്ങി അവർക്കും ബാധകമാക്കി. അപ്പം നിലവിൽ സംസ്ഥാനത്തെ എല്ലാ സഹകരണ സംഘങ്ങൾ സഹകരണ ആക്ടിലെ സെക്ഷൻ 2 പ്രകാരം രജിസ്ട്രാറിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സംഘങ്ങൾക്കും ബാധകമാക്കിയോടെ ഈ 3 മാസത്തിനിടയിൽ വായ്പ, അത് ചിലതൊക്കെ 50% വരെ വായ്പ ഇളവ് വരുന്നു, അത് മാറാരോഗമൊക്കെ ഭാഗങ്ങൾക്ക് 65% വരെ വായ്പ ഇളവ്, ഈ പലിശ ഇളവ് കിട്ടുന്നതാണ്. പിഴപ്പലിശ പൂർണ്ണമായി ഒഴിവാക്കപ്പെടുന്നതാണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സംഘങ്ങൾക്കും പ്രയോജനപ്പെടും, ലോൺ എടുത്തിരിക്കുന്നവർക്കും വലിയ തോതിൽ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം നല്ല പോസിറ്റീവ് റിസൾട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2, ഡിപ്പോസിറ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായൊരു പ്രതിസന്ധി ഉണ്ട് എന്നത് സത്യമാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഞങ്ങളൊരു കണക്കെടുത്തു. സംസ്ഥാനത്ത് സർചാർജ് ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംഘങ്ങളുടെ കണക്ക് നിലവിൽ എടുത്തു. കൂടാതെ 65 എൻക്വയറിയും മറ്റിത്തരം പ്രതിസന്ധിയുള്ള സംഘങ്ങളുടെ കണക്കും ശേഖരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു അസസ്മെൻറ്റ് സർക്കാരും സഹകരണ രജിസ്ട്രാറും കോപ്പറേറ്റീവ് സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങൾ തുടർച്ചയായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളതിൽ മനസ്സിലായ ഒരു കാര്യം, ഒന്ന്, ഡിപ്പോസിറ്റേഴ്സിനെ സഹായിക്കണം. ഡിപ്പോസിറ്റിനെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ സാധിക്കും? അപ്പോൾ അതിൽ ഒന്ന് നമ്മുടെ മുമ്പിലുള്ളൊരു സ്കീമെന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടീസ് ഫണ്ടുണ്ട്. അങ്ങനെ ഒരു ബോർഡ് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ ആക്ട് വരെ നിലവിലുണ്ട്. അപ്പോൾ അതെല്ലാ സംഘങ്ങളും ഇതിനകത്ത് ചേരണം, ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടീസ് സ്കീമിൽ ചേരണം. പക്ഷേ കണക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ 8000-ഓളം സംഘങ്ങളിൽ 4000 എണ്ണം മാത്രമേ ഇതിനകത്ത് പൂർണ്ണമായി ചേർന്നവരുള്ളൂ. അപ്പോൾ നമ്മളെടുത്തൊരു തീരുമാനം, അടുത്ത ദിവസങ്ങളിൽ 100 ദിന പരിപാടിയിൽ ഒരു പ്രധാനപ്പെട്ട ആശയമായിട്ട് മുന്നോട്ട് വെക്കുന്നത്, സംസ്ഥാനത്തെ എല്ലാ വായ്പ കൊടുക്കുന്ന സംഘങ്ങളും ഡെപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടി സ്കീമിൽ ചേർത്ത് ഇതിനെ വിപുലപ്പെടുത്തുക, ഒരു സംരക്ഷണം കൊടുക്കുക. അത് ചേരാത്തവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് പോലും ശ്രദ്ധയില്ലാത്ത സംഘമാണെന്ന ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി തന്നെയാണ് അത് ആലോചിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, ഈ ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടീസ് ഫണ്ടിൽ ഇപ്പം നിലവിലുള്ള നിയമപ്രകാരം ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന സംഘങ്ങൾക്ക് മാത്രമേ ഈ ഒരു സഹായം കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യുന്ന സംഘങ്ങൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ്, ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആവാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു ഭേദഗതി വരുത്തി അത്തരത്തിൽ ഈ ആളുകൾക്ക്, ഈ പ്രതിസന്ധി നേരിടുന്ന സംഘങ്ങളിലേക്ക് ഇത് കൊടുത്ത് വായ്പ ഈ ഡിപ്പോസിറ്റ് ചെയ്തവർക്കൊരു സഹായം അതിൽ നിന്ന് ലഭ്യമാക്കാനുള്ളൊരു പദ്ധതി
പ്രവർത്തന പദത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. കൂടാതെ റിവൈവൽ ഫണ്ടുണ്ട്. റിവൈവൽ ഫണ്ട് എന്നത് തകർന്നു കിടക്കുന്ന പ്പിക്കാൻ ആവശ്യമായ ഒരു പദ്ധതിയാണ്. അപ്പം അതിലൊരു പ്രത്യേക മാനദണ്ഡം ഉൾപ്പെടുത്തി, അതായത് ഈ ഫ്രോഡുലൻസ് അതുപോലെയുള്ള തട്ടിപ്പ് നടത്തി തകരാത്ത, സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തകർച്ച നേരിടും, ഇപ്പോൾ വായ്പ കൊടുത്തിട്ട് തിരികെ കിട്ടാത്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല സാഹചര്യങ്ങളിൽ പ്രതിസന്ധിയിലാവുന്ന സംഘങ്ങളെ സംബന്ധിച്ച് അവർക്ക് റിവൈവൽ ഫണ്ട്, നല്ല റിവൈവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ കൃത്യമായിരിക്കണം. ഇങ്ങനെ ഒരു പദ്ധതി സമർപ്പിച്ച് നമ്മുടെ ഒരു റിവൈവൽ ഫണ്ട് നൽകിയാൽ ആ പണം ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുമെന്നും അതുവഴി സംഘങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് ഡിപ്പോസിറ്റ് പണം കിട്ടുന്ന തരത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ചർച്ചയിലാണ്. കൂടാതെ സർക്കാർ മറ്റ് മാർഗങ്ങളും ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ യോഗമുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഗൗരവതരമായി ആലോചിച്ച് സംസ്ഥാനത്ത് നിക്ഷേപം നഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന്, അതോടെ ഈ തട്ടിപ്പ് നടത്തിയ സ്ഥലങ്ങളുണ്ട്, തട്ടിപ്പ് നടത്തിയ സ്ഥലങ്ങളിൽ സർചാർജ് വളരെ ശക്തമായിട്ട് പിരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ തട്ടിപ്പ് നടത്തിയ ആളുകളിൽ നിന്നും അത് ഈടാക്കാൻ ആവശ്യമായ നടപടി ശക്തമായി സ്വീകരിക്കുക, മറ്റ് മാർഗങ്ങൾ ആലോചിക്കുക. കൂടാതെ മറ്റ് അസിസ്റ്റൻസ് ഏതൊക്കെ തരത്തിൽ ലഭിക്കാമെന്നതിനെക്കുറിച്ചുമുള്ള കൂടിയാലോചനകളും നടന്നു വരികയാണ്. നിക്ഷേപകരുടെ പണം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റുണ്ട്. അത് തീർച്ചയായിട്ടും തിരികെ നൽകാനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. മറ്റ് ജനോപകാരപ്രദമായ കാര്യങ്ങളും, ഇപ്പോൾ റിസ്ക് ഫണ്ട്, ഇപ്പോൾ ഒരാൾക്കൊരു ഗുരുതരമായ ഒരു അസുഖം ബാധിച്ചു, ലോൺ എടുത്ത ഒരാളാണ്, അല്ലെങ്കിൽ കുടുംബം ലോൺ എടുത്തു, അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം വന്നു, മാരകമായ ഒരു അസുഖം വന്നു, മരിച്ചുപോയി. അപ്പോൾ 3 ലക്ഷം രൂപ വരെ സഹായം റിസ്ക് ഫണ്ടിൽ നിന്നും ലഭിക്കാവുന്നതാണ്, ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ റിസ്ക് ഫണ്ട് സ്കീം പ്രകാരം. പക്ഷേ ഇപ്പം നിലവിൽ അപേക്ഷിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, 6 മാസം വരെ കുടിശ്ശിക ഉണ്ടാവരുത്. 6 മാസം ഇപ്പോൾ ക്യാൻസർ ബാധിച്ച് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന കുടുംബത്തിന് ഈ കുടിശ്ശിക തീർക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു, നിരവധി അർഹതയുള്ള ആളുകൾക്ക് ഈ സഹായം നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൽ ലഘൂകരിച്ചുകൊണ്ട് ഇത്തരം മാരക രോഗങ്ങൾ ബാധിക്കുന്നവർക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ വരുന്നവർക്കോ കുടിശ്ശിക ഉണ്ടെങ്കിലും ലഭിക്കാൻ ആവശ്യമായ ഭേദഗതികളെക്കുറിച്ചുള്ള നിർമ്മാണവും നടന്നു വരികയാണ്. അപ്പം ജനങ്ങളെ പരമാവധി സഹായിക്കുക. കൂടാതെ ഇപ്പോൾ സംഘങ്ങളെ എങ്ങനെ ശക്തിപ്പെടുത്താം, ഇത്തരത്തിൽ ഡിപ്പോസിറ്റർക്കും വായ്പക്കാർക്കും സഹായിക്കുന്നതോടൊപ്പം തന്നെ സംഘങ്ങളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള പ്രവർത്തന പദ്ധതികളും ആവിഷ്കരിച്ചു വരികയാണ്. അപ്പോൾ സമഗ്രമായി സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തി ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ ഏറ്റവും വലിയ നട്ടലായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം, സർക്കാരിൻ്റെ ലക്ഷ്യം. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി വയനാട്ടിലെ അതിൽ നിരവധി സഹകരണ ബാങ്കുകൾ സംഘങ്ങളൊക്കെ നിക്ഷേപിച്ചിരുന്നു. അനുമതി ഉണ്ടായിരുന്നില്ല, നേരത്തെ തന്നെ വിവരാവകാശം വന്നതാണ്. അതിന് പക്ഷേ ഇത്ര നന്നായിട്ട് ഒരു അന്വേഷണം ഒന്നും വന്നിട്ടില്ല. ഞങ്ങളത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സംഘങ്ങളെയും പ്രതിസന്ധിയിലായിരിക്കുന്ന എല്ലാ സംഘങ്ങളുടെയും റിപ്പോർട്ട് ഇങ്ങനെ സഹകരണ മന്ത്രിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ സംഘങ്ങളുടെയും ഓരോ സിംഗിളായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സർചാർജ് ഏർപ്പെടുത്തുന്നതും അല്ലാത്തതുമായ പ്രതിസന്ധിയിലായിരിക്കുന്ന മുഴുവൻ സംഘങ്ങളുടെയും റിപ്പോർട്ട് ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മഗിരിയെ സംബന്ധിച്ച് ഇവിടെ ചോദ്യം ഉയർന്ന സ്ഥിതിക്ക് പ്രത്യേകമായി പരിശോധിച്ച് അക്കാര്യത്തിൽ അടിയന്തര തീരുമാനങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും നോക്കും. നിരവധിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, സഹകരണ സംഘങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ ഞാനതുകൊണ്ട് സഹകരണ മന്ത്രി എന്ന നിലയിൽ മുഴുവൻ സ്ഥലങ്ങളിലെയും വിശദമായ റിപ്പോർട്ട് നൽകാൻ ഒരു സഹകരണ സംഘം, പുതിയ സഹകരണ സംഘം രജിസ്ട്രാറാണ് അദ്ദേഹം, ഓരോന്നും ക്രോഡീകരിച്ച് ഞങ്ങളൊരു വലിയ ഒരു പ്ലാൻ തന്നെ ഈ കാര്യത്തിൽ തയ്യാറാക്കുകയാണ്, ഓരോ ബാങ്കുകളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ. അതൊരു നിലവിൽ 23 വയസ്സ് കേരളത്തിൻ്റെ അബ്കാരി ആക്ട് 15C പ്രകാരം 23 വയസ്സുള്ള ആൾക്ക് മാത്രമേ മദ്യം വാങ്ങാൻ കഴിയുള്ളൂ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഉള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിലുണ്ട്. അത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകും. കാരണം അല്ലാതെ ഞാൻ പറഞ്ഞത് ലംഘിക്കാതിരിക്കണമെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണല്ലോ സർക്കാരിൻ്റെ നടപടി. ഇതിപ്പോൾ ഒരു ഭരണപരമായ നിലപാടാണ്. നമ്മുടെ നിയമം 23 വയസ്സാണ് അനുശാസിക്കുന്നതെങ്കിൽ ആ നിയമം എന്ത് ചെയ്യപ്പെടേണ്ടതുണ്ട്, പാലിക്കപ്പെടേണ്ടതുണ്ട്. അതിനാവശ്യമായ നടപടി സ്വീകരിക്കുക എന്നത് സഹകരണ എക്സൈസ് വകുപ്പിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ അതിനുള്ളൊരു പ്രോസസ്സിലാണ്, തീരുമാനങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടെന്നാണ് കരുതിയത് അല്ലേ? അന്നുണ്ടായിരുന്നു എന്ന് കരുതുന്നു. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായപ്പോൾ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ചു. നമുക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത LDF ആണ്. നാളെ ഇത് വിൽപ്പനയ്ക്കുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ
അന്ന് ചുമത്താൻ പോകുന്ന നികുതി സ്ലാബാണ് പ്രഖ്യാപിച്ചത്. വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഞാനിവിടെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വിൽക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത് ആരാണ്? അന്തിമമായ ഒരു അനുമതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ നേരത്തെ അതിനു മുമ്പും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മദ്യനയം വന്നുമ്പോൾ മാത്രമേ ഈ കാര്യത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ, തീരുമാനം വരികയുള്ളൂ. ഞാൻ എന്തിനാ അതിൻ്റെ ഒരു പ്രോസസ്സും പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തൊരു മദ്യം വിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ലേബൽ രജിസ്ട്രേഷൻ നമ്മൾ ലേബൽ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാനത്തെ എക്സൈസ് കമ്മീഷൻ മുമ്പായി ലേബൽ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണം. ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം ആ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനി പിന്നെ ബിവറേജസ് കോർപ്പറേഷനുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഏർപ്പെടുത്തണം. എന്നിട്ടാണ് ഇത് വിൽക്കാനുള്ള അനുമതി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഒരു ഉദാഹരണത്തിനായിട്ട് പറഞ്ഞു, ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ ലോ ആൽക്കോളിക് ബിവറേജസ് ഈ മിലിറ്ററി ക്യാൻറ്റീനുകൾ ഉൾപ്പെടെ കൊടുക്കുന്ന കാര്യത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ CPM സൈബർ ഹാൻഡിലുകൾ മന്ത്രിക്ക് എന്തറിയാം, ഇതെന്ത് പൊട്ടത്തരമാണ് പറയുന്നത്, അതായത് പിന്നെ മിലിറ്ററി ക്യാൻറ്റീന് ഇത് കൊടുക്കുന്നത് കേന്ദ്രമല്ലേ, ഇത് മന്ത്രി ഇതെല്ലാം അറിഞ്ഞിട്ടാണോ ഇറങ്ങുന്നതൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ മിലിറ്ററി ക്യാൻറ്റീനുകൾ ഉൾപ്പെടെ എവിടെയാണെങ്കിലും ലൈസൻസ് നൽകേണ്ട ഉത്തരവാദിത്വം ആരാണെന്നറിയാമോ? സംസ്ഥാന എക്സൈസ് വകുപ്പാണ്. അപ്പോൾ ലേബൽ രജിസ്റ്റർ ചെയ്ത് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് MOU ഉൾപ്പെടെ വന്ന് പെർമിറ്റ്, ഇവിടെയാണ് 2 പെർമിറ്റ് കൊടുക്കണം. ഈ 2 പെർമിറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മദ്യം ഇവിടെ വിൽക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അപ്പം ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ ഒരു തീരുമാനം വരുന്നതിന് മുൻപ് വന്നു കഴിഞ്ഞാൽ അത് നിരസിക്കപ്പെടാനുള്ള തീരുമാനം നമ്മൾ സ്വീകരിക്കേണ്ടി വരും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അത് വീണ്ടും പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു, ഇതൊരു ഇത് മാത്രമാണ്, നയപരമായ തീരുമാനം മാത്രമാണ്, അത് കഴിഞ്ഞാലും അപ്പം വിൽക്കണമെന്നുണ്ടെങ്കിൽ എക്സൈസ് വകുപ്പ് അനുമതി കൊടുക്കണം. അത് വരണമെങ്കിൽ എന്ത് തീരുമാനിക്കണം, മദ്യനയം നിലവിൽ വരണം എന്ന് പറഞ്ഞു. അത് കൂടാതെ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തവണ ഫിനാൻസ് ബില്ല്, നിങ്ങൾ ആ ഫിനാൻസ് ബില്ല് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുമെന്ന് കരുതിക്കുന്നു, അതിനകത്തൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതായത് പേരന്റ് ബില്ല് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് ശേഷം മാത്രമേ ഈ പേരന്റ് ബില്ല് നിലവിൽ വരും. പേരന്റ് ബില്ലിലെ ക്ലോസ് 3 and 5 നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെന്നൊരു ക്ലോസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഫിനാൻസ് ബില്ല്, സാധാരണ ഏത് ബില്ലാണെങ്കിലും ഒരു ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞ് പാസ്സാക്കിയാൽ ദ ഡേ ഇറ്റ് കംസ് ടു ഫോഴ്സ് എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊരു ക്ലോസ് ഉൾപ്പെടുത്താൻ സാധിക്കും. അതായത് ചില കേസുകളിൽ ദ പേരന്റ് ബിൽ ഡെലിഗേറ്റ്സ് ദ പവർ, അതായത് പേരന്റ് ബില്ല് ഡെലിഗേറ്റ്സ് ദ പവർ to notification. If the parent bill delegates the power to notification വന്നതിന് ശേഷം മാത്രമേ എന്ത് നിലവിൽ വരത്തുള്ളൂ, ഫിനാൻസ് ബില്ല് നിലവിൽ വരത്തുള്ളൂ. അപ്പം നിലവിൽ ഇപ്പോൾ പാസ്സാക്കിയേക്കുന്ന സ്ഥിതി പ്രകാരം ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ എന്ത് നിലവിൽ വരണം, നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? ഞാൻ പറയട്ടെ, അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞ നിലപാട് ഇപ്പോൾ പലർക്കും ചിലർക്കൊക്കെ തോന്നുന്നു, ഇപ്പോൾ എക്സൈസ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു, പിന്നെ എക്സൈസ് മന്ത്രി ഇങ്ങനെ പറയുന്നു, അല്ലെ, ഇതൊക്കെ ഞങ്ങളെല്ലാം സംസാരിച്ച കൃത്യമായ ധാരണകളോട് തന്നെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു സ്ലാബാണ്, ഞാൻ പറഞ്ഞു ഇത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അനുമതി എക്സൈസ് വകുപ്പിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ എന്താണ്? ഫിനാൻസ് ബില്ല് വന്നു, പക്ഷേ അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? നോട്ടിഫിക്കേഷൻ വരണം. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് എന്ത് വരണം? മദ്യനയം വരണം. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി UDFൻ്റെ പൊസിഷനിൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. പറഞ്ഞതൊക്കെ കൃത്യമാണ്. ഇത് പറഞ്ഞത് അറിയാൻ മേത്ത പലർക്കും പലതും ചിന്തിക്കാം. ഇത് വിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഏതോ കാലത്ത് ഇത് വിൽക്കുകയാണെങ്കിൽ ഇത്ര പെർസെന്റേജ് മേടിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബജറ്റ് എന്ന് പറഞ്ഞൊരു പദം തന്നെ നിങ്ങൾക്ക് എവിടെയും കാണും. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു സർക്കാർ അധികാരത്തിലെത്തി, സർക്കാരിന് ഏതൊക്കെ തരത്തിൽ വരുമാനം ലഭിക്കും എന്ന് പറയുന്ന ഓരോ സോഴ്സസിനെ കുറിച്ചും മെൻഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്വമല്ലേ ബജറ്റിനുള്ളത്. ബജറ്റിന് ശേഷം നികുതി നിർദ്ദേശം കൊണ്ടുവരും. ഞാനൊരു വളരെ അക്കാഡമിക് ഒരു ചോദ്യം ചോദിക്കാം. ബജറ്റിൽ നികുതി നിർദ്ദേശം വരുന്നതാണോ ശരി? ബജറ്റിന് ശേഷം ഇടക്കാലത്ത് നികുതി നിർദ്ദേശം വരുന്നതാണോ ശരി?
ബജറ്റ് നികുതി നിർദ്ദേശം വന്നു, അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് പോളിസി വരണം. പോളിസി വരണതിനെക്കുറിച്ച് മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഫിനാൻസ് ബില്ലിൽ പറഞ്ഞു. ഞങ്ങൾ ഈ നിർദ്ദേശം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഇത് നിലവിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ ഇതിന് തീരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നയം നിലവിൽ വരണം. നയത്തിന് പോളിസി വരണം. പോളിസി പ്രകാരം ബജറ്റ് മാറ്റിവെക്കാൻ പറ്റുമോ? നിങ്ങളിത് അബ്കാരി നയം, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് കേരളത്തിൽ ലോ ആൽക്കഹോളിക് ബിവറേജസ് LDF ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2023 നോട്ടിഫിക്കേഷനിലൂടെയാണ്. ആ നോട്ടിഫിക്കേഷൻ വായിക്കണം. ഓൺ ദ ബേസിസ് ഓഫ് 2022 അബ്കാരി പോളിസി വി ആർ ഇൻട്രൊഡ്യൂസിങ് ദിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യം വന്നത്. എന്ന് പറഞ്ഞാൽ അബ്കാരി റൂൾസിലെ സെക്ഷൻ 3A ഇൻട്രൊഡ്യൂസ് ചെയ്തത് അബ്കാരി പോളിസിക്ക് അനുസരിച്ചാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. ഹോർട്ടി ലിക്വർ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അബ്കാരി പോളിസിക്ക് അനുസരിച്ചാണ്. അബ്കാരി പോളിസി സാധാരണ രീതിയിൽ നിലവിൽ വരേണ്ടത് ഏപ്രിൽ മാസത്തിലാണ്, അതുകൂടെ മനസ്സിലാക്കും. പക്ഷെ കഴിഞ്ഞ തവണ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ 8 മാസങ്ങൾക്ക് ശേഷമാണ് അബ്കാരി പോളിസി നിലവിൽ വന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതെന്നാണ് മെയ് മാസം 18-ാം തീയതിയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഏപ്രിൽ മാസത്തിലെ അബ്കാരി പോളിസി ഈ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, ഞങ്ങൾ ഈ മാസം എന്ത് ചെയ്തു? അബ്കാരി പോളിസിക്കുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു. അബ്കാരി പോളിസി നിലവിൽ വരും. അബ്കാരി പോളിസി നിലവിൽ വന്നതിന് ശേഷം എന്ത് സംഭവിക്കും? ഇത് വിൽക്കണോ വേണ്ടയോ എന്നുള്ള ഒഫീഷ്യലായ തീരുമാനം നിലവിൽ. അപ്പം നമുക്ക് ഇവിടെ ഒരു നികുതി സ്ലാബ് ഉണ്ടാവും. മനസ്സിലായോ? വിൽക്കണമെങ്കിൽ നികുതി സ്ലാബ് ഉണ്ട്, വിൽക്കുന്നില്ലെങ്കിൽ നിലവിലില്ല. അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ അവരുടെ മാധ്യമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഞാൻ പറഞ്ഞ മനസ്സിലായോ? അബ്കാരി വ്യത്യാസമില്ല. അതാണ് പ്രശ്നം. ഞാൻ ചോദിച്ച അബ്കാരി പോളിസി നിലവിൽ വരണ്ടേ? എന്താ ഇതിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അബ്കാരി പോളിസി ഒരു പോളിസി അനുസരിച്ചിട്ടാണ് നിയമനിർമ്മാണം നടക്കേണ്ടത്. നയപരമായ തീരുമാനം കൂടി മുന്നണിയുടെ നയപരമായ തീരുമാനം കൂടി വേണം. അല്ല, അതിപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത്? മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞില്ലേ? സ്റ്റാഫ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു അല്ല, സ്ലാബ് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു? ബജറ്റ് മാറ്റി വെക്കാൻ പറ്റുമോ? റിവേഴ്സ്ഡ് ബജറ്റ് ഈ ജൂൺ മാസത്തിലല്ലാതെ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, ഞങ്ങൾക്ക് മുൻകൂറായിട്ട് റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിക്കാമെന്ന് പറയാൻ പറ്റുമോ? അതല്ലെന്നുണ്ടെങ്കിൽ ഇനി ഒരു ഡിസംബറിൽ ഞങ്ങൾ അബ്കാരി പോളിസി എന്തായാലും ഇനിയിപ്പോൾ മെയ് മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ ആഗസ്റ്റിലേ വരത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്തേക്കാം, റിവേഴ്സ്ഡ് ബജറ്റ് അത് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറയാൻ പറ്റുമോ? റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റാവുന്ന ഒരേ ഒരു മാസം എന്ന് പറയുന്നത് ജൂൺ മാസമാണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെ നിന്നൊക്കെയാണ് നികുതി വരാൻ പറ്റുന്നതിനെ കുറിച്ച് ധനകാര്യമന്ത്രി പരാമർശിച്ചു. പക്ഷെ അതൊരു പോളിസിയിലേക്ക് കടന്നപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം ഫിനാൻസ് ബില്ല് സൂചിപ്പിച്ചു, ഈ പോളിസി ഈ ബില്ല് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നോട്ടിഫിക്കേഷൻ എന്ന് വരണം, എന്ത് ചെയ്യണം? അത് അബ്കാരി പോളിസി വരണം. അബ്കാരി പോളിസിക്ക് ആവശ്യമായ പ്രോസസ്സ് ആരംഭിച്ചു. അബ്കാരി പോളിസി നിലവിൽ വന്നു കഴിയുമ്പോൾ നോട്ടിഫിക്കേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവും. വിൽക്കണോ വേണ്ടയോ എന്ന് അപ്പം തീരുമാനിക്കും. വിൽക്കണമെന്നാണെങ്കിൽ സ്ലാബ് ഉണ്ട്, വിൽക്കുന്നില്ലെങ്കിൽ ഇതില്ല. പ്രശ്നം കഴിഞ്ഞില്ലേ? എന്താണ് പ്രശ്നം? ഞങ്ങളാണോ ഇതിനകത്ത് കുഴപ്പമുണ്ടാക്കിയത്? ഇത് ജനങ്ങൾക്ക് ഞാനൊരു കാര്യം പറയുന്നത് മനസ്സിലാക്കണം ആരോട്. ഇത് വളരെ നമ്മളിതിൻ്റെ സാങ്കേതികത്തെ ഞാനിവിടെ വിശദീകരിച്ചു എന്നതിൻ്റെ അർത്ഥം ഞാൻ ദേഹമാണെന്നല്ല, സന്ദേശം സിനിമയിലെ ശങ്കരാടിയായി സംസാരിക്കുകയാണെന്ന് കരുതരുത്. ഞാനതിൻ്റെ ടെക്നിക്കൽ ഞാൻ പറഞ്ഞ മനസ്സിലായി. ഞാനിതിലൊരു ആശയപരമായ വിശദീകരണം അല്ല ഞാൻ പറഞ്ഞു. ഞാൻ നിയമപരമായ വിശദീകരണമാണ്, കൃത്യമായ പൊസിഷനാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ ഒന്നിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്മാറില്ല. മുഖ്യമന്ത്രി അന്ന് ആദ്യം അദ്ദേഹത്തിൻ്റെ നയം പ്രഖ്യാപിച്ചു, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു. പക്ഷേ എന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ UDF ചർച്ച ചെയ്ത് നയം വന്നതിന് ശേഷം വരുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ആളുകൾ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇത് വെറുതെയാണ്, ഇത് ഒരു ഫിനാൻസ് ബില്ല് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ പോവാണ്, പിന്നെ ഈ പറയുന്നതെല്ലാം കള്ളമല്ലേ എന്ന് പറഞ്ഞു. അല്ല, അത് ഞാൻ പറഞ്ഞത് അത് ആശങ്ക പ്രകടിപ്പിക്കണമല്ലോ. ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്താണ് തെറ്റ്? ഇപ്പം ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ പോലാണോ? CPM എന്നതിനെ പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതല്ല കേട്ടോ. അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് മറ്റൊന്നും നിലവിലില്ല എന്ന് കരുതുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഏകഛത്രപതികളില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഏകാധിപത്യമോ ഏകാഛത്രപതികളോ ഇല്ല. അതൊരിക്കലും നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു. എനിക്കൊക്കെ വളരെ പ്രചോദനം നൽകിയിരിക്കുന്ന ഒരു സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പണ്ട് എവിടെയോ ഞാൻ AICC ഇതിനകത്ത് വായിച്ചതാണ്. പിന്നെ നെഹ്റു ഒരു AICC സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ദന്തഗോപുരവാസികളാകരുത്, നേതാക്കന്മാർ ദന്തഗോപുരവാസികളാകരുത്. അപ്പോൾ വൺ ഓഫ് ദ ഡെലിഗേറ്റ്സ് ഇങ്ങനെയാണ് വായിച്ചത്, ആരാണെന്ന് ഇപ്പോൾ പേര് ഞാൻ മറന്നുപോയി, വാട്ട് അബൌട്ട് ആനന്ദഭവൻ ഒരു ചോദ്യം ചോദിച്ചായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദന്തഗോപുരവാസികളാകരുത്, ആഡംബര ജീവികളാകരുത് എന്ന് അന്നത്തെ ഏറ്റവും ടവറിംഗ് ലീഡറായ ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു സർദാർ ചോദിച്ചെന്നാണ് പറയുന്നത്, വാട്ട് അബൌട്ട് ആനന്ദഭവൻ.
ആനന്ദഭവൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെഹ്റു പിന്നെ ആനന്ദഭവൻ അതെന്ത് ചെയ്തു പാർട്ടിക്ക് വിട്ടുകൊടുത്തിട്ട് അദ്ദേഹം ചെറിയ വീട്ടിലേക്ക് താമസം മാറിയെന്ന് വായിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഈ പാർട്ടിയിലേക്ക് വന്നത്. ഈ മഹാത്മാഗാന്ധിയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ പട്ടാഭി സീതാരാമയ്യക്കെതിരെ സുഭാഷ് ചന്ദ്രബോസ് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് AICC പ്രസിഡന്റായ ചരിത്രമാണ് ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ ഏകഛത്രപതികൾ ഇതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതിൽ എന്താണ് തെറ്റ്? അഭിപ്രായങ്ങൾ വരും. അതാണ് കോൺഗ്രസിൻ്റെ സൗന്ദര്യം. അതാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ആ ഒരു സ്പിരിറ്റിലാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങളതിനെ വേറെ വ്യാഖ്യാനിക്കണ്ട. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ പാരമ്പര്യവും. നമ്മളെല്ലാം അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. ഞങ്ങളെല്ലാം അങ്ങനെ ഏകചിത്രത്തിൽ ഇത് നടക്കില്ലല്ലോ. സേനാപതി വേണു ഉദാഹരണമുണ്ട് നമ്മുടെയൊക്കെ കാലത്ത്. എന്താണ്? ഞാൻ കേട്ടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ജവഹർലാൽ നെഹ്റുവിനോട് വാട്ട് അബൌട്ട് ആനന്ദഭവൻ എന്ന് ചോദിച്ച ഒരു പാർട്ടിയാണിത്. മഹാത്മാഗാന്ധിയുടെ AICC പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി AICC പ്രസിഡന്റ് ആക്കിയ ഒരു പ്രസ്ഥാനം പിന്നെ ഞങ്ങളുടെ പാർട്ടി അപ്പോൾ പിന്നെ എസ് ബോസ് കൾച്ചർ അല്ലല്ലോ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അതാ പറഞ്ഞത്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, നമ്മളൊരു ബജറ്റിനെ ആ തരത്തിൽ കാണണ്ടേ. ഏതൊക്കെ തരത്തിൽ നികുതി വരുമാനം വരുമെന്ന് പറഞ്ഞു. ഞങ്ങളിനി നാളെ ഞാനിത് പറയുന്നില്ല, നാളെ മദ്യനയം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അനുകൂലിക്കില്ലേ? മദ്യനയം തിരിച്ചാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി ഡ്രോപ്പ് ചെയ്യപ്പെടേണ്ടി വരും. ഒരു ധനകാര്യമന്ത്രിക്ക് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിക്ക് അതിനെക്കുറിച്ച് പറയാൻ അവകാശമില്ലേ? എല്ലാ നികുതി പ്രസ്താവനകളും അങ്ങനെ നിലവിൽ വരുമല്ലോ. എന്നിട്ട് കൃത്യമായിട്ട് സൂചിപ്പിച്ചില്ലേ, നോട്ടിഫിക്കേഷൻ നിലവിൽ വരുമ്പോഴേ ഇത് നിലവിൽ വരുത്തുള്ളൂ. എല്ലാ പ്രതിപക്ഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് അവസാനിച്ചില്ലേ? അപ്പം അതല്ല, എനിക്ക് 10 മണിക്ക് 11 മണിക്ക് അടുത്ത മീറ്റിംഗ് ഉണ്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, LDFന്റെ മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണല്ലോ അവരെ ഈ സ്ഥിതിയിലും UDFന്റെ 102 സീറ്റിലും എത്തിച്ചത്. അപ്പോൾ അത് മനസ്സിലായോ? നമ്മൾ ഒരു നിശബ്ദത എന്നാൽ പിന്നെ നിശബ്ദത പാലിച്ചത് കൊണ്ടാണ് അന്നത്തെ ആ പാർട്ടിയിലുള്ള ആൾ നിശബ്ദത പാലിച്ചുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, പ്രശ്നത്തിലെത്തിയത്. അപ്പം കോൺഗ്രസ് അത്തരം ഒരു സംഭവമേ അല്ല. ഇതൊരു ജനാധിപത്യ പ്ലാറ്റ്ഫോം അല്ലേ. എല്ലാ അഭിപ്രായങ്ങളും ഉയർന്നു വരികയും സംവാദങ്ങൾ, ഏറ്റവും മനോഹരമായ സംവാദങ്ങൾ ഉണ്ടാവുകയും ഏറ്റവും ശരിയായ തീരുമാനത്തിലേക്ക്, കൂട്ടായ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തുള്ളതാണ്. ഇപ്പോൾ ഒരു കൂട്ടായ തീരുമാനം വന്നു കരുതുക. വി വിൽ എഗ്രി വിത്ത് ഡിസെൻറ്റ്. മനസ്സിലായോ? നമ്മളൊരു കൂട്ടായ തീരുമാനത്തിലേക്ക് എത്തിയാൽ ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കും. പക്ഷെ അതിനു മുമ്പ് ഇവിടെ എല്ലാവരും അങ്ങനെ ഒരു സംഭവമേ ഇതിനകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ പാർട്ടിയുടെ പാരമ്പര്യം. തീർച്ചയായിട്ടും ആ ബോധ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഓരോ നിമിഷവും. എന്നെ സംബന്ധിച്ചാണ് ഞാൻ 15 വർഷം 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് പരാജയപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് ഈ നിയമസഭയിലെത്തിയത്. മനസ്സിലാക്കണം, എനിക്ക് ആ ഒരു 15 വർഷം കഠിനാധ്വാനം ചെയ്ത് 3 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് 4ാമത് കിട്ടിയ ഒരു അവസരമാണത്. ഞാനതിനെ ഓരോ ഇഞ്ചും കണ്ണിലെ കൃഷ്ണമണിയെ പോലെ ഈ അവസരത്തെ കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ശരിയാ, ഓക്കെ ഓക്കെ, താങ്ക് യു. 1629 നിലവിൽ. അല്ല, ഞാനത് പറഞ്ഞല്ലോ. നമ്മളൊരു കാര്യം കൊണ്ടുണ്ട്. സഹകരണ മേഖലയിൽ സമ്പൂർണ്ണ പ്രശ്നമാണെന്നൊരു ധാരണ സൃഷ്ടിക്കുന്നതൊട്ട് ഗുണകരമല്ല. മനസ്സിലാക്കണം. സഹകരണ സ്ഥാപനങ്ങൾ നല്ല ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്ന നിരവധി പക്ഷേ അവരുടെ അവാർഡിന് എല്ലാവരും അപേക്ഷിക്കുക എന്ന് പറഞ്ഞത് അവരുടെ ഒരു തീരുമാനമല്ലേ. അപ്പോൾ ചിലർ അവാർഡിന് അപേക്ഷിക്കണമെന്നില്ല, ചിലർക്ക് അവാർഡ് നിരസിക്കുന്നവരില്ല ഈ നാട്ടിൽ.